So, What is the purpose of piston? Simple question. so piston is No. so piston is പൊങ്ങുന്നു താഴുന്നു അല്ലേ? I correct it. In a positive displacement. Hey boys! What is this? What the hell are you doing? ജോസ് സാറിന്റെ സ്ഥിരം പല്ലവി കേട്ട് ഞങ്ങൾ മടുത്തു. കുറെ കാലമായി പുതിയൊരു തെറി പോലും ജോസ് സാറ് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ ഇതുവരെ കേൾക്കാത്തതൊന്ന് ഈ പ്രാവശ്യം ഞങ്ങൾ കേട്ടു. Dear students, here we have a new student. Her name is Maya. Maya? ഇതിനിടെ ജോസ് സാർ എന്തൊക്കെയോ പറഞ്ഞു. മായ എന്നല്ലാതെ മറ്റൊരു വാക്കുപോലും ആരും കേട്ടില്ല. മഴ കാത്തിരുന്ന വേഴാമ്പൽ വെള്ളപ്പൊക്കം കണ്ട പോലെയായിരുന്നു പിന്നെ എല്ലാം. ഏറ്റവും ബഹളം ഉണ്ടായിരുന്ന ഞങ്ങളുടെ ക്ലാസ് നിശബ്ദമായി. ക്ലാസ് തുടങ്ങുന്നതും അവസാനിക്കുന്നതും ആരും അറിഞ്ഞില്ല. ഒരു ദിവസം മായ ക്ലാസ്സിൽ വന്നില്ല. എല്ലാവരും നെഞ്ച് തകർന്നാണ് ആ വാർത്ത കേട്ടത്. മായ സിവിലിലേക്ക് മാറി. മായ പോയത് ആർക്കും സഹിച്ചില്ല. പലരും മായയ്ക്ക് പുറകെ സിവിലിലേക്ക് മാറി. 60 പേരുണ്ടായിരുന്ന ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങളൊരു 10-20 പേര് മാത്രമായി. എല്ലാം മായം. ബോറടിച്ചും ക്ലാസ് കട്ട് ചെയ്തും 3 വർഷം പോയതറിഞ്ഞില്ല. എന്താ നിന്റെ പ്രശ്നം? എന്റെ പൊന്നളയാ, എത്ര നാളെയാണ് അവളുടെ പുറകെ കിടക്കണേ. ഫ്രണ്ട് നടക്ക്. സ്നേഹത്തോടൊരു വാക്ക് പോട്ടെ, ഒരു നോട്ടം. ഈ ലവ് സ്റ്റോറി വായിച്ചിട്ടെങ്കിലും അവളെ വളയ്ക്കാൻ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. കിട്ടും. നീ ഇങ്ങോട്ട് വന്നേ. എന്തല്ലേ ഇങ്ങോട്ട് വാടാ, പറയട്ടെ. 69 സുന്ദരനും സുമുഖനും സുശീലനും സർവോപരി സമാധാനിയുമായ നിന്നെ നാട്ടിലെ വെറും ഒരു സാധാരണ പണക്കാരന്റെ മകളായ അവൾക്ക് കിട്ടിയ ആർക്കാ ലാഭം? ആർക്കാ? സംശയം എന്താ? അവൾക്ക് തന്നെ. ഇത് അവൾക്ക് മനസ്സിലാക്കി കൊടുത്ത നിന്റെ പ്രശ്നം തീർന്നില്ലേ? അതെങ്ങനെ അളിയാ? അതറിഞ്ഞ നീ ഹീറോ ഇല്ലേ പൊട്ടാ? പറഞ്ഞിട്ടു അളിയാ, അളിയാ പറഞ്ഞിട്ടു. പിന്നല്ല അളിയാ, അളിയാ അളിയാ പോയി പറയടാ. നീ ഒന്ന് പറയൂ. ഞാനാ? എന്നിട്ട് വേണം കൂട്ടുകാരന്റെ പെണ്ണിനെ വളച്ചു ചിത്രത്തിലൊക്കെ. ഞാൻ പോവില്ല. ടുട്ടു നീ ഒന്ന് പറടാ. ഞാൻ പോണം. കൊളാക്കോ? ഒരു സംശയമില്ല. ചേച്ചി പ്ലീസ് ഒന്ന് അകലേക്ക് വരുമോ? എന്തിനാ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. പേര് വെച്ചാൽ അല്ല, വേണ്ട. എന്തൊക്കെയായാലും നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ, പോരാത്തതിന് ഇപ്പോൾ അടുത്തടുത്ത കോളേജിലും. അപ്പം പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നിച്ചൂടെ? നാട്ടിൽ നിന്ന് അവന്റെ ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടു ചേർത്ത്. എന്റെ പൊന്നു ചേട്ടാ, എന്നെ വിട്ടേക്ക്. കൈവപ്പാണല്ലോ. നീ ടെൻഷൻ എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. നല്ല കുട്ടി. നിന്റെ ശല്യം കാരണം അവള് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നല്ലടാ.
ആന്ന് അവളങ്ങനെ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞോന്നാ. അത് മാത്രമല്ല, എന്റെ പൊന്നി കേട്ട എന്നെ വിട്ടേക്കെന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. ഒച്ചിട്ട് വെച്ചിരുന്നു. മിണ്ടിയിട്ട് സഹിക്കാൻ മേലാഞ്ഞിട്ടല്ലോ ബാംഗ്ലൂർക്ക് വന്നത്. എടാ നീ ഒരു കാര്യം ചെയ്യ്. ദേ, ഈ വരുന്ന ഏതെങ്കിലും ഒരെണ്ണത്തിന് നോക്ക്. അതാകുമ്പോ ഇനി നമുക്ക് ഫ്രഷ് ആയിട്ട് അങ്ങ് തുടങ്ങാം. ನಿಂತ್ಕೊಳ್ರೋ ಯಾಕೋ ಇಲ್ಲಿಗೆ ಬಂದಿದ್ದೀರಾ? അവളെ കാണാൻ വന്നാണ്. ಈಗಾಗಲೇ ಒಂದ್ಸಲ ವಾರ್ನಿಂಗ್ ಕೊಟ್ಟಿದ್ದೆ ನಾನು. ಅವ್ಳು ನೋಡೋದಕ್ಕಾಗಲ್ಲ ಇದು, ನೀವು ಯಾಕೆ ಬಂದ್ರಿ? അങ്ങനെ എൻ്റെ സന്തോഷത്തിൻ്റെ താക്കോൽ ഇവിടെ കളഞ്ഞുപോയി. അല്ലെങ്കിൽ നമ്മളാണുങ്ങൾ ഇങ്ങനെയാ. എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും നമുക്ക് കാത്തുവെച്ച് നമ്മുടെ മുന്നിലെത്തിയ നമ്മൾ പഴയതെല്ലാം മറക്കും. തോന്നിയ നേരത്തെ ചെക്കൻ്റെ വരവ് മഴയിൽ നനഞ്ഞ് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാ വിചാരം. നനഞ്ഞിണ്ടല്ല, മഴയാണോ? നീ എന്താ ഓടഞ്ഞു? അല്ല, നേരത്തെ വന്നിരുന്നെങ്കിൽ ഡാൻസ് കളിക്കായിരുന്നു. കൊട എടുക്കായിരുന്നു കേട്ടോ. കിട്ടിയായിരുന്നോ? ഇപ്പം പോയാ ഞാൻ എപ്പോഴാ പറഞ്ഞില്ലേ, വേറെ ഇറച്ചി കിട്ടിക്കണം. ഷൂ കണ്ടാ അറിയാം. ഇത് ഇവിടെ കിട്ടിയാ പോരെ? ആ, ഇത് ഇങ്ങനെ ഒന്നുകൂടെ ചുറ്റി തിരിച്ച്